ഹായ് ഗൈസ്, ഞാനും ആമിയുടെ രാവിലെ ഇതേ സ്കൂളിലോട്ട് പോയാണ്. എൻ്റെ സ്കൂളല്ല കേട്ടോ, ആമിയുടെ സ്കൂളിലേക്ക്. അങ്ങനെ ഞങ്ങളിതേ നടന്ന് ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. ബസ് സ്റ്റോപ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നന്നായിട്ട് മഴ പെയ്തു. ഭാഗ്യത്തിന് ഞങ്ങൾ നനഞ്ഞില്ല. കയറി കഴിഞ്ഞിട്ടാണ് ബസ് സ്റ്റോപ്പിലേക്ക് കയറി കഴിഞ്ഞിട്ടാണ് മഴ പെയ്തത്. നിന്ന നിപ്പിലാണ് ഇവിടുത്തെ ഓരോ കാലാവസ്ഥകളൊക്കെ മാറുന്നത്. എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഞങ്ങളിതേ ഇവിടെ വന്നിരിക്കുകയാണ്, ബസ് കാത്തിരിക്കുകയാണ്. ആമി നല്ല ഹാപ്പിയാണ്. കാരണം കഴിഞ്ഞ ഒരാഴ്ച സ്കൂളിലോട്ട് പോയില്ല, പനിയൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് ആളിതേ നല്ല സെറ്റായിട്ട് വന്നിരിപ്പുണ്ട്. ഇപ്പോൾ സ്കൂളിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ദേ ഇവിടെ കഥകളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പുറത്ത് ദേ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അതായത് ഓട്ടം സീസണൊക്കെ ആയതുകൊണ്ട് റോഡിലും എല്ലായിടത്തും ഇലകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെ ദേ ഞങ്ങൾ ആമിയുടെ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. ദോ ആ കാണുന്ന യെല്ലോ ബിൽഡിംഗ് ആണ് ആമിയുടെ സ്കൂള്. ആമിയെ സ്കൂളിലാക്കിയതിന് ശേഷം അവിടെ നിന്ന് നേരെ ഞാൻ ദേ കടയിലേക്കാണ് പോയത്. ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെജിറ്റബിൾസ് ഒക്കെ അത്യാവശ്യം വേണ്ടത് വാങ്ങിയിട്ട് നേരെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോയി. അപ്പോൾ ദേ റൂം നമ്പർ 4 ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ ഞാൻ റൂമിലേക്ക് കയറി. ആദ്യം തന്നെ അരി ഒന്ന് കഴുകി അടുപ്പത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ അവിടെ കിടന്ന് തിളച്ചോളുമല്ലോ. അതിനുശേഷം ഞാൻ ദേ എനിക്ക് വേണ്ടിയിട്ട് ദോശ ചൂടോടെ ഉണ്ടാക്കി ദോശ കഴിക്കുകയാണ്. അപ്പോൾ ആമിയെ 9:15 തൊട്ട് രാവിലെ 9:15 തൊട്ട് ഉച്ചയ്ക്ക് 12:15 വരെയാണ് ഇരുത്തുന്നത്. അതിൽ കൂടുതൽ ടൈമിൽ ഇരുത്തത്തില്ല. കാരണം ആൾ സ്കൂളിൽ നിന്നൊന്നും ഫുഡ് അധികം കഴിക്കത്തില്ല, നമുക്ക് കൊടുത്തു വിടാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വരും. ഇനിയിതേ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അതിനുശേഷം ആമിയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് സ്കൂളിലേക്ക് തിരിച്ചു പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഹേതോ.